ആഗോള അൽമായ സംഘടനയായ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ എറണാകുളം സെൻട്രൽ കൗൺസിലിൻ്റെ പ്ലാറ്റിനം ജൂബിലിയും സെൻറ്റ് വിൻസെൻ്റ് പോൾ ഫ്രെഡറിക്കോസാനം എന്നിവരുടെ സംയുക്ത തിരുനാളും കലൂർ റിന്യൂവൽ സെൻ്ററിൽ വെച്ച് നടന്നു. ദേശീയ കൗൺസിൽ പ്രസിഡന്റ് ജൂഡ് മംഗൾരാജ് ഉദ്ഘാടനം ചെയ്തു. The financial statement has been read and all the figures on lakhs and crores, which is so amazing and appreciable. I will remark here about the Central Council of Ernakulam's performance. It's one of the best in this National Council of India, who perform so well in all their activities, in all levels, all the crisis time, all the need of the people and the situation where it's need of the support. എറണാകുളം സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ബെന്റലി താടിക്കാരൻ അധ്യക്ഷനായി. സാധാരണ നടക്കുന്ന CC വാർഷികങ്ങൾ തന്നെയാണ്, CC വാർഷികമായിട്ട് തന്നെയാണ് നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ഒരു പ്രത്യേക പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിൻസെൻഷ്യൻ സൊലൈസ് എന്ന് പറയുന്നത് സാന്ത്വനം എന്നാണ്. വിൻസെൻഷ്യൻ സാന്ത്വനം. നമ്മുടെ പാവപ്പെട്ട ഒരുപാട് വൃക്കരോഗികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളരെ വലിയ ആവശ്യമാണ്. നമ്മൾ CCയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് എന്ത് പ്രോജക്റ്റാണ് നമ്മൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കുക എന്ന് ചർച്ച ചെയ്തപ്പോൾ മിക്കവാറും ഏതാണ്ട് 80% CC അംഗങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് വൃക്കരോഗികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് ബ്രദർ, നമ്മുടെ വൈസ് പ്രസിഡന്റ് CP സെബാസ്റ്റ്യൻ ബ്രദറാണ്. അദ്ദേഹവും ഞാനും പിന്നെ നമ്മുടെ കുറച്ച് പേര് കൂടി ഒക്കെ കുറേ ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങി കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ആശുപത്രികളിലേക്ക് സഹായം കൊടുക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. മറ്റൊന്നുമല്ല, പല ആശുപത്രികളും പല തരത്തിലുള്ള റേറ്റുകളാണ്, അവർക്ക് ആർക്കും കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്കിപ്പോൾ ക്യാഷ് കൊടുക്കുന്ന, മാസം തോറും ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കുക. മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കേട്ട് ചൂടും സഹിച്ച് ഇത് ഇരിക്കുന്നത് ഈ വിൻസെൻ്റ് പോളിൻ്റെ അംഗങ്ങളായതുകൊണ്ട്, നല്ല ക്രിസ്ത്യാനികളായതുകൊണ്ട്, നല്ല ക്രിസ്ത്യാനികളായിട്ടുള്ള വിൻസെൻ്റ് പോൾ സംഘടനകൾക്ക് മാത്രമേ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത വർഷം ഞാനൊക്കെ ഇടയ്ക്ക് കാണിച്ച കുസൃതിമാരി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാട്ടുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് ആരും ഒരു മൊബൈൽ നോക്കുന്നത് ഞാൻ കണ്ടില്ല, ആരും ഒരു വർത്തമാനം പറയുന്നത് കണ്ടില്ല. ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ദൈവനാമത്തിൽ അഭിനന്ദിക്കുന്നു. തമ്പുരാനെ നിങ്ങളെക്കുറിച്ച് നന്ദി പറയുകയും ചെയ്യുന്നു. കാരണം വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് താല്പര്യമുള്ളവർ മാത്രമേ വരികയുള്ളൂ. അല്ലാതെ ഒരു അംഗത്വത്തിന് വേണ്ടിയിട്ട്, അംഗബലം കൂട്ടാൻ വേണ്ടിയിട്ട് ആരെയും വിളിച്ചു തരുന്ന സംഘടനയല്ല. ഞാൻ മൈക്കിളിന് അറിയുന്നറിയില്ല, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഗോൾഡക്കാന് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുമായിരുന്നു. അവിടെ നിന്ന് സ്വല്പം താമസം മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ഈ പ്രസ്ഥാനം ചില ആഭ്യന്തര പ്രശ്നം കാരണം അവിടെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷവും ആത്മാഭിമാനമുള്ള ഒരു പ്രവർത്തന മേഖലയാണിത്. കാരണം ഒരുവനെ ക്രിസ്ത്യാനിയാണ് എന്ന്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ അറിയുന്നതും എൻ്റെ ഭാര്യ അറിയുന്നതും മക്കളറിയുന്നതും നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മുടെ കുദാശകൾ മുടക്കം കൂടാതെ അനുഷ്ഠിക്കുന്നു, കുടുംബ പ്രാർത്ഥന നടത്തുന്നു, ആർക്കും വലിയ ശല്യം ദ്രോഹവും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് എൻ്റെ ചുറ്റുപാടുമുള്ളവർ, ആ ധനവാൻ്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറ്റേ ആളുടെ പേര് വന്നു, ലാസർ. ധനവാൻ ക്രിസ്ത്യാനിയായിരുന്നു, ധനവാൻ ക്രിസ്ത്യാനിയായിരുന്നു. അല്ല, അന്ന് യേശു ക്രിസ്തു വന്നിട്ടുള്ള ഉപമയാണ് പറഞ്ഞത്, ധനവാൻ ക്രിസ്ത്യാനിയായിരുന്നു. പേര് പോലും അഡ്രസ്സും പോലും കൊടുത്തില്ല. അങ്ങനെയൊക്കെ അഡ്രസ്സില്ലാത്ത ഒരാളായി മാറ്റാൻ കാരണം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് ലാസറിന് തോന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് ലോകം അറിയുന്നത് നമ്മൾ ക്രിസ്തീയമായ ഉപവിവിൽ ജീവിക്കുമ്പോഴാണ്. CC സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ തോമസ് പെരുമായൻ പ്രസംഗിച്ചു. അഭിമന്യ പിതാക്കന്മാർ രൂപതയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മെയൊക്കെ അവബോധത്തിലേക്ക് നയിച്ചത് ജീവകാരുണ്യ ദർശനം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്.
അന്നു മുതൽ ഇന്നോളം നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ യാത്ര ചെയ്യുവാനായിട്ടുള്ളൊരു വലിയൊരു മനസ്സ് ഇന്ന് നമ്മുടെ അതിരൂപതയ്ക്കുണ്ട്. ഫാദർ ജോഷി പുതുശ്ശേരി അംഗത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എറണാകുളം സെൻട്രൽ കൗൺസിൽ നടപ്പിലാക്കുന്ന നാനാജാതി വൃക്ക രോഗികളെ സഹായിക്കുന്ന വിൻ സോലേസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ റിസോഴ്സ് ടീം അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നേത്രദാന രക്തദാന ശുശ്രൂഷ രംഗത്ത് മികച്ച സേവനം ചെയ്തവരെ ആദരിച്ചു. അന്തർദേശീയ കൗൺസിൽ മെമ്പർ സ്റ്റാൻലി മൈക്കിൾ, ദേശീയ കൗൺസിൽ മെമ്പർ ജോർജ് ജോസഫ്, CC ഭാരവാഹികളായ ജോർജ് ജോസഫ്, CP സെബാസ്റ്റ്യൻ, മാർട്ടിൻ റോയ്, പോളച്ചൻ ഔസേപ്പൂട്ടി, കൊച്ചുത്രേസ്യ സ്റ്റീഫൻ, വി പോൾ, ജോസഫ് കുഞ്ഞുവര്യൻ, ടോമിച്ചൻ ഇണ്ടിക്കുഴിയിൽ, ലീമ ജോസ്, ദീപ മനു കടവൻ എന്നിവർ സംസാരിച്ചു. ദിവ്യബലിയും കലാവിരുന്നും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, CT വോയ്സ് റിപ്പോർട്ടർ.